നമസ്കാരം. എല്ലാവർക്കും ഹെൽത്തി ടേസ്റ്റിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള ഒരു വെജിറ്റേറിയൻ ഊണ് തയ്യാറാക്കിയാലോ? വളരെ പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കാൻ പറ്റും. ഇന്നത്തെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് ശബ്ദങ്ങളൊക്കെ ഉണ്ടാകും. കാരണം മോളും എൻ്റെ കൂടെ അടുക്കളയിലുണ്ട്. 1.5 വയസ്സേ ഉള്ളൂ. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പുള്ളിക്കാരി അടുക്കളയിൽ കയറിയതുകൊണ്ടുള്ള ശബ്ദങ്ങളാണ്. ഒന്ന് ക്ഷമിച്ചേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ചോറ് വെക്കാം. അതിന് വേണ്ടി ഞാനിവിടെ 1 കപ്പ് കുത്തരി കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കുക്കറിലാണ് ഇന്ന് ഞാൻ അരി വേവിക്കുന്നത്. ഇത് 5 ലിറ്ററിൻ്റെ ഒരു കുക്കറാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ 1 കപ്പ് കുത്തരിയാണ് എടുത്തിരിക്കുന്നത്. ഈ അരി നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഈ കുക്കറിൽ അരി വേവിക്കുന്ന സമയത്ത് പലരും പറയും കുഴഞ്ഞിരിക്കുമെന്ന്. അപ്പോൾ ഇന്ന് നമുക്ക് ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ ഈ കുത്തരി എങ്ങനെയാണ് വേവിച്ചെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് നമുക്കൊന്ന് കഴുകിയെടുക്കാം. ഒരു 3 വട്ടമാണ് ഞാൻ വെള്ളം ഒഴിച്ചത് കഴുകുന്നത്. അരി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർക്കണം. ഞാനിപ്പോൾ ഇതിൽ വെള്ളം പറ്റിച്ചല്ല ഇത് എടുക്കുന്നത്. പകരം നമ്മൾ സാധാരണ കലത്തിലൊക്കെ അരി വേവിക്കുന്ന സമയത്ത് ലാസ്റ്റ് കഞ്ഞിവെള്ളം ഊറ്റിക്കളയുമല്ലോ, അതേ രീതിയിലാണ് ഞാനിത് വേവിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ച് വേണം ഇതിലേക്ക് വെള്ളം ചേർക്കാൻ. ഈ 1 കപ്പ് അരിയിലേക്ക് അതേ കപ്പിൻ്റെ അളവിൽ 6 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇനി ഇത് അടച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു 3 വിസിലാണ് വെക്കുന്നത്. സാധാരണ കുത്തരിക്ക് നല്ല വേവുള്ളതാണ്. അതുകൊണ്ട് ആദ്യം നമുക്കൊരു 3 വിസിലൊന്ന് വെച്ച് നോക്കാം. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ വേവൊന്ന് നോക്കിയിട്ട് കൂടുതൽ വേവിക്കണമെങ്കിൽ പിന്നീട് നമുക്ക് ഈ ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യം ഇത് നമുക്ക് അടച്ചൊന്ന് വേവിക്കാം. ഒരു 3 വിസിൽ വെക്കണം. അരി വേവുന്ന സമയം കൊണ്ട് നമുക്ക് കറികളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു മോരുകറിയാണ് റെഡിയാക്കാൻ പോകുന്നത്. തേങ്ങയൊന്നും അരയ്ക്കാതെ വളരെ എളുപ്പത്തിലാണ് ഇത് റെഡിയാക്കുന്നത്. അതിനുവേണ്ടി 1 കപ്പ് തൈര് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ലാസ്റ്റിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരല്പം പെരിങ്കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ലൊരു ടേസ്റ്റ് കിട്ടും മോരുകറിക്ക്. ഒരല്പം ചേർത്ത് കൊടുത്താൽ മതി. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഉലുവാപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ കറി വളരെ പെട്ടെന്ന് തയ്യാറാക്കുന്നതുകൊണ്ടാണ് ഈ ചേരുവകളെല്ലാം കൂടി ഈ തൈരിനോടൊപ്പം ചേർക്കുന്നത്. ഇനി ഈ ജാർ അടച്ചിട്ട് മിക്സിയിലേക്ക് വെച്ചതിന് ശേഷം ഒരു 2-3 സെക്കൻഡ് ഇതൊന്ന് അടിച്ചെടുക്കാം. ഒരുപാട് നേരം ഇട്ട് അടിക്കേണ്ട. 2-3 സെക്കൻഡ് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. തൈര് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർക്കണം. മിക്സിയുടെ ജാറിലേക്ക് തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പുളി ഇല്ലാത്ത തൈരാണെങ്കിൽ കുറച്ച് വെള്ളം മാത്രം ചേർത്താൽ മതി. ഇനി നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. തിളപ്പിക്കരുത്. മോര് ഒരിക്കലും തിളപ്പിക്കാൻ പാടില്ല, പിരിഞ്ഞു പോകും. അതുകൊണ്ട് ഇത് നല്ലപോലെ ചൂടാകുന്ന സമയത്ത് നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങണം. ഒരു മീഡിയം രീതിയിൽ തീയിട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. ഈ സമയത്ത് ഉപ്പൊന്ന് നോക്കണേ. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾ ചേർത്ത് കൊടുക്കണം. മോര് നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിങ്ങനെ എടുത്ത് നോക്കുന്ന സമയത്ത് ഈ തവിയിൽ നിന്ന് നല്ലപോലെ ഇങ്ങനെ ചൂട് പൊങ്ങുന്നുണ്ടെങ്കിൽ അത്രയും ചൂടായാൽ മതിയാവും, തിളച്ച് പോകരുത്. ഇനി ഇത് നമുക്ക് കടുക് താളിക്കണം. അത് ഞാൻ തോരൻ തയ്യാറാക്കുന്ന സമയത്ത് രണ്ടിനും കൂടി ഒന്നിച്ചാണ് കടുക് താളിക്കുന്നത്. അപ്പോൾ ഒരു തവണ പാത്രം ചൂടാക്കിയാൽ മതിയല്ലോ. അതുകൊണ്ട് ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് തോരൻ റെഡിയാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ ക്യാബേജാണ് തോരൻ വെക്കാൻ പോകുന്നത്. ഇത് അരിഞ്ഞെടുക്കാതെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് പൊടിച്ചെടുക്കാം. അത് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ ചട്നിയൊക്കെ തയ്യാറാക്കുന്ന ചെറിയ ജാറാണ്. അതിലേക്ക് ഇതേപോലെ ക്യാബേജ് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഒരു 2-3 തവണ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതേപോലെ നമുക്ക് ഈ ക്യാബേജ് മാത്രമല്ല ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ വീഡിയോ കൂടി കാണുക. അപ്പോൾ ഈ ജാറിലും അതുപോലെ ഈ ക്യാബേജിലും ഒന്നും വെള്ളം ഉണ്ടാവാൻ പാടില്ല അധികം. അങ്ങനെയാണെങ്കിൽ ഇത് കൊഴിഞ്ഞു പോകും. അപ്പോൾ ഈ ജാറൊക്കെ ഒന്ന് നല്ലപോലെ തുടച്ചിട്ട് ഒന്ന് എടുത്താൽ നല്ലതായിരിക്കും. ഇത് 2 വട്ടം ഒന്ന് ക്രഷ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ തന്നെ നല്ല പൊടിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ബാക്കി ക്യാബേജ് നമുക്ക് പൊടിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു സവാള കൂടി അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഈ സവാള മിക്സിയിലിട്ട് അടിച്ച് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞാണ് ചേർക്കുന്നത്. ഇതേപോലെ ഈ വശത്തു നിന്ന് നെടുകയും കുറുകയും ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിത് ഇതേപോലെ അരിഞ്ഞാൽ ചെറുതായിട്ട് നമുക്ക്
ഇതിലേക്ക് അരിഞ്ഞിടാൻ പറ്റും. നല്ല എരിവുള്ള ഒരു പച്ചമുളക് കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതുപോലെ നീളത്തിൽ മുറിച്ചാണ് ചേർക്കുന്നത്. അപ്പോൾ കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് കഴിക്കാൻ എളുപ്പമായിരിക്കും ഈ തോരൻ. അപ്പോൾ മുളക് ഒന്ന് കടിക്കാതെ ഇരിക്കുമല്ലോ, അതുകൊണ്ട് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ടാൽ നല്ലതായിരിക്കും. അതല്ലെങ്കിൽ വട്ടത്തിൽ അരിഞ്ഞിട്ടാലും മതി. ആദ്യം നമുക്ക് മോരുകറിക്ക് കടുക് വറക്കാം. അതിനുവേണ്ടി കുറച്ച് എണ്ണ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ 2 അല്ലി വെളുത്തുള്ളിയും കൂടി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ചേർക്കാം. ഇത് നല്ലപോലെ മൂത്ത് വരുന്ന സമയത്ത് ഇത് നമുക്ക് മോരുകറിയിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഈ പാത്രത്തിൽ തന്നെ നമുക്കിനി തോരൻ റെഡിയാക്കാം. അതിനുവേണ്ടി എണ്ണ ഒഴിച്ചിട്ടുണ്ട്. കടുക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 2 തവണ പാത്രം ചൂടാക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ കറിക്ക് നമുക്ക് കടുക് വറുക്കുകയും ചെയ്യാം. അതിനുശേഷം തോരന് വേണ്ടി അല്ലെങ്കിൽ മെഴുക്കുവരട്ടിയൊക്കെ നമുക്ക് ഈ ചൂടായ പാത്രത്തിൽ തന്നെ വീണ്ടും റെഡിയാക്കുകയും ചെയ്യാം. കുറച്ച് ഉള്ളിയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. എണ്ണയിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എണ്ണയിലേക്ക് ഉപ്പ് ചേർക്കുന്നത് കൊണ്ട് തോരനിൽ എല്ലായിടത്തും ഈ ഉപ്പ് നല്ലതുപോലെ പിടിച്ചു കിട്ടും. അപ്പോൾ എല്ലാ തോരൻ വെക്കുമ്പോഴും ഇതേപോലെ ചേർത്ത് കൊടുത്താൽ നല്ലതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ചെറിയ തീയിൽ ഇതൊന്ന് അടച്ച് വേവിക്കാം. കുറച്ച് തേങ്ങ ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തിരുമ്മിയെടുക്കാം. അതല്ലേ ഇതേപോലെ മിക്സിയുടെ ജാറിലേക്ക് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചിട്ടിട്ട് അടിച്ചെടുക്കുകയും ചെയ്യാം. അതുപോലെ ഈ മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ആദ്യമേ തന്നെ എണ്ണയിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വറുത്തതിന് ശേഷവും നിങ്ങൾക്ക് ചേർക്കാം. അപ്പോൾ ഞാനിത് തേങ്ങയുടെ കൂടെ അടിച്ചാണ് എടുത്തിരിക്കുന്നത്. ക്യാബേജ് ഒരു പാതി വേവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരു 5 മിനിറ്റ് കൂടി ഇതേപോലെ വെച്ചതിന് ശേഷം ഒന്ന് അടച്ച് വേവിക്കാം. ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിതൊന്ന് കഴിച്ച് നോക്കുക. നല്ലതുപോലെ വെന്തിട്ടുണ്ടെങ്കിൽ അടുപ്പിൽ നിന്ന് മാറ്റാം. ഇതിലേക്ക് ഒട്ടും വെള്ളം ഒഴിക്കേണ്ട, കാരണം ഇതിൽ തന്നെ വെള്ളം ഉള്ളതുകൊണ്ട് ആ വെള്ളത്തിൽ കിടന്നത് വെന്തോളും. അതുകൊണ്ട് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കേണ്ട. തോരൻ റെഡി ആയിട്ടുണ്ട്. മൂന്ന് വിസിലടിച്ചിട്ട് അതിൻ്റെ ആവി പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ ഇതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊന്നും ഇനി ഒഴിക്കേണ്ട. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു വിസിലൂടെ വെക്കുക. അതിനുശേഷം അതിൻ്റെ ആവി പോയി കഴിയുമ്പോൾ നമുക്കിത് സാധാരണ നമ്മൾ കലത്തിൽ ചോറ് വെക്കത്തില്ലേ, അതേപോലെ തന്നെ ഒരു പാത്രത്തിലേക്ക് അടച്ചിടാം. അതായത് വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് ചരിച്ച് അടച്ചു വെക്കണം. ഒരു വിസിൽ കൂടി വെച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ ആവി പോയിട്ട് ചോറെടുത്ത് നോക്കിയിട്ടുണ്ട്. കറക്റ്റ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ഒരു 3 വിസിൽ വെച്ചിട്ട് അത് വെന്തിട്ടുണ്ടോ എന്ന് നോക്കുക. വെന്തെങ്കിൽ അപ്പോൾ തന്നെ ഊറ്റിയെടുക്കാം. അതല്ലെങ്കിൽ ഒരു വിസിൽ കൂടി വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിൻ്റെ വെള്ളം കളഞ്ഞതിന് ശേഷം ഒരു പാത്രം വെച്ച് അടച്ചിട്ട് ഒരു ചരുവത്തിലേക്കോ മറ്റോ ഒന്ന് അടച്ച് ഇതിൻ്റെ വെള്ളം ഒന്ന് കളഞ്ഞെടുക്കാം.
ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് അടച്ചാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ വെള്ളമെല്ലാം ഊറിപ്പോയിട്ട് നമുക്ക് ചോറ് നല്ല മണിമണിയായിട്ട് തന്നെ കിട്ടും. ഇനി വെക്കാൻ പോകുന്നത് ചക്കക്കുരു മെഴുക്കുവരട്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഈ മുകളിലുള്ള തൊലി മാത്രം കളഞ്ഞിട്ട് നമുക്കിത് വൃത്തിയാക്കിയെടുക്കാം. ബ്രൗൺ കളറുള്ള തൊലി കളയേണ്ടതില്ല. അപ്പോൾ ഇത് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ചക്കക്കുരു അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കഴുകിയെടുക്കാം. അതിന് ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കണം. കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി പാകത്തിന് ഉപ്പും ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇത് നമുക്ക് വേവിച്ചെടുക്കാം. വെന്ത് കുഴഞ്ഞു പോകരുത്. മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങാക്കൊത്തുകൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിഷ്ടമാണെങ്കിൽ അതുകൂടി ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം. പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കാം. ഈ മുളക് പൊടിക്ക് പകരം നിങ്ങൾക്ക് കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി കൂടി ഇതുപോലെ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ചുവന്നുള്ളി ഇല്ലെങ്കിൽ കുറച്ച് സവാള ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് എണ്ണ ചേർക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കറിവേപ്പിലയും അതുപോലെ തേങ്ങാക്കൊത്തും ഒക്കെ ചേർക്കാം. ഇനി ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര അളവിൽ മൂപ്പിച്ചെടുക്കാം. മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള ഒരു വെജിറ്റേറിയൻ ഊണ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ഇത് മൂപ്പിച്ചെടുക്കാം. വേണമെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ക്രിസ്പിയാക്കി വേണമെങ്കിൽ എടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ള അതുപോലെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു വെജിറ്റേറിയൻ ഊണ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നിങ്ങൾ തയ്യാറാക്കി നോക്കുക. കുറച്ച് എരിവ് കൂടി ഇതിൻ്റോടൊപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് വറ്റൽമുളക് വറുത്തതോ അതല്ലെങ്കിൽ വറ്റൽമുളക് ചുട്ടതിന് ശേഷം അരച്ച ചമ്മന്തിയോ എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ചമ്മന്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഒരു ദിവസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റാണ്. അതുപോലെ പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.